നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് പര്യവസാനം. പോളിംഗ് 70% കടന്നു. പാലക്കാട് ആര് വാഴും ആര് വീഴുമെന്ന് ഈ മാസം 23-ന് അറിയാം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ 20-കാരിയെ കണ്ടെത്തി. കഴിഞ്ഞ 18-നാണ് കുഴിത്തുറ സ്വദേശിനിയായ ഐശ്വര്യ അനിലിനെ കാണാതാകുന്നത്. നിലവിൽ പെൺകുട്ടി തൃശൂരുണ്ടെന്നും പോലീസ് സംരക്ഷണയിൽ സുരക്ഷിതയാണെന്നുമാണ് ലഭ്യമാകുന്ന വിവരം. തൃശൂരിൽ പ്രവർത്തിക്കുന്ന ധ്യാന യന്ത്രത്തിൽ നിന്നാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടിയെ തൃശൂരിൽ കണ്ടെത്തിയത്. കോട്ടയം വൈക്കത്താണ് സംഭവം നടന്നത്. വൈക്കം ഉല്ലല ആലത്തൂർ സ്വദേശി സുഭാഷ് കുമാർ TK ആണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്. പോക്കുവരവ് ചെയ്ത് നൽകുന്നതിനായി പ്രവാസിയിൽ നിന്ന് പണം വാങ്ങുന്നതിനിടെയാണ് പിടിയിലായത്. ബാംഗ്ലൂരുവിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂമിന് തീപിടിച്ച ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. രാമചന്ദ്രപുരം സ്വദേശിനി പ്രിയയാണ് മരിച്ചത്. ബംഗളൂരുവിലെ ഡോക്ടർ രാജ്കുമാർ റോഡ് നവരംഗ് ബാർ ജംഗ്ഷനിലെ ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂമിലാണ് തീപിടുത്തം ഉണ്ടായത്. കമ്പനിയുടെ ക്യാഷ്യറായിരുന്നു പ്രിയ. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. അപകട സമയം ഷോറൂമിൽ 6 ജീവനക്കാരുണ്ടായിരുന്നു. ഈ സമയം ക്യാഷിലായിരുന്ന പ്രിയയ്ക്ക് പുകയും തീയും ഉയർന്നതോടെ പുറത്തു കടക്കാനായില്ല. തൃശൂരിൽ ആരോഗ്യവകുപ്പിന്റെ റെയ്ഡ്. വിവിധ ഹോട്ടലുകളിൽ നിന്നായി പഴകിയ ഭക്ഷണം പിടികൂടി. പഴകിയ ഭക്ഷണം പിടികൂടി 5 ഹോട്ടലുകൾക്ക് പിഴ അടപ്പിച്ചു. രാമവർമ്മപുരം ബേലിഫ്, ഈസ്റ്റ് ഫോർട്ടിലെ നവ്യ റെസ്റ്റോറന്റ്, കൊക്കോലയിലെ നാഷണൽ സ്റ്റോർ, പൂങ്കുന്നത്തെ അറേബ്യൻ ട്രീറ്റ്, വെസ്റ്റ് ഫോർട്ടിലെ കിൻസ് ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തിയത്. മുൻ MLA ഐഷ പോറ്റി രാഷ്ട്രീയം വിടുന്നു. കുറച്ചു കാലങ്ങളായി പാർട്ടി പരിപാടികളിൽ നിന്ന് ഇവർ വിട്ടുനിൽക്കുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് ഐഷ പോറ്റി പറയുന്നു. ഒന്നും ചെയ്യാനാകാതെ പാർട്ടിയിൽ നിൽക്കാനാകില്ല. ഓടി നടന്ന് ചെയ്യാൻ കഴിയുന്നവർ തുടരട്ടെ, ഐഷ പോറ്റി പറയുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി അവഗണന കാട്ടുന്നതായി പരാതി ഉയർന്നിരുന്നു. 3 തവണ MLA ആയ ഐഷ പോറ്റിയെ സ്പീക്കർ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് പ്രചാരണമുണ്ടായിരുന്നു. പദവികളിലേക്ക് പരിഗണിക്കാതിരുന്നത് മാത്രമല്ല, മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതും അകൽച്ചയ്ക്ക് കാരണമായി. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെ അങ്കത്തട്ടിലേക്ക് എത്തുന്നു. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കും. എല്ലാ ഒരുക്കങ്ങൾക്കും കേരള സർക്കാരാകും നേതൃത്വം നൽകുക. അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിനായി സ്പെയിനിലേക്ക് പോയിരുന്നുവെന്നും സ്പെയിനിൽ വെച്ച് ചർച്ച നടത്തി 2025-ൽ ഇന്ത്യയിൽ അർജന്റീനയുടെ സൗഹൃദ മത്സരം നടത്താമെന്ന് സമ്മതിച്ചതായും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ അവസാനിക്കുന്നില്ല. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.